തലഭാരം വല്ലാതെ കൂടുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇങ്ങനെയുള്ള കാലയളവിൽ തൻ്റെ നിലപാട് കൊണ്ട് തല നഷ്ടപ്പെടുത്തുന്ന ഒരു പരിശുദ്ധനായ സഹതയാണ് ഗീവറി സഹദായുടെ ജീവിതത്തിൽ കൂടി നമ്മൾ കാണുന്നത്. ജീവിക്കുന്ന സമയത്തേക്കാൾ എങ്ങനെ ജീവിച്ചു എന്നതിനാണ് പ്രാധാന്യമെന്നുകൂടി സഹദ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ലോകത്തിൻ്റെതായ എല്ലാ പ്രലോഭനങ്ങളും എല്ലാ സ്ഥാനമാനങ്ങളും അധികാരവും സമ്പത്തുമൊക്കെ തരുമ്പോഴും അതിനു നേരെ പുറംതിരിഞ്ഞ് നിൽക്കുവാനും നന്മയ്ക്ക് കൂട്ടു നിൽക്കുവാനും സാധിച്ചു എന്നുള്ളത് ഗീവറി സഹദായുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയാണ്. പുതിയ കാലഘട്ടത്തിൽ സമ്പത്തിനു വേണ്ടിയും അധികാരത്തിനു വേണ്ടിയും പദവികൾക്ക് വേണ്ടിയും ഏത് വൃത്തികേടുകൾക്കും കൂട്ടുനിൽക്കുവാൻ മനസ്സ് കാണിക്കുന്ന ഒരു ലോകത്ത് ഗീവറി സഹദ തൻ്റെ ജീവിതം തിന്മയ്ക്കെതിരെ ഒരു വലിയ പോരാട്ടം തീർത്തു എന്നത് തന്നെയാണ് വലിയ ഒരു പ്രത്യേകതയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്. ഈ ലോകത്തിൻ്റെതായ എല്ലാ പ്രലോഭനങ്ങളെക്കാളും ഉപരിയായി ക്രിസ്തുവിനോടുള്ള സ്നേഹം. എബ്രായ ലേഖനത്തിൽ പറയുന്നത് പോലെ മോശ മിസ്രയീമിലെ സമ്പാദ്യത്തേക്കാൾ ക്രിസ്തുവിലുള്ള നിന്ന വലുതെന്ന് കാണുകയാണ്. ഈ ലോകത്തിൻ്റെ സമ്പാദ്യങ്ങളുടെ ആയുസ് എന്ന് പറഞ്ഞാൽ 80, 100, പുതിയ കാലഘട്ടത്തിൽ 120 പോലും കടക്കുന്ന മനുഷ്യരെ കുറവാണ്. പ്രത്യേകിച്ച് ശരാശരി ആയുസ് എന്ന് പറയുന്നത് 70-80 വയസ്സ് താഴെ നിൽക്കുന്ന ഒരു ലോകക്രമത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ഈ സമ്പത്തിനേക്കാളൊക്കെ ഉപരിയായി നിത്യജീവൻ എന്ന് പറയുന്ന ഒരു വലിയ ചിന്തയുണ്ടെന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. നിത്യജീവനെ തിരിച്ചറിഞ്ഞ ഒരു വലിയ പരിശുദ്ധനായ സഹദയായിരുന്നു ഗീവറി സഹദ. തൻ്റെ ജീവിതം തന്നെ ഒരു വലിയ വിപ്ലവമാക്കി മാറ്റി തീർക്കുന്നത്. ഗീവറി സഹദയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു പ്രാധാന്യമായിട്ടൊക്കെ നമ്മളൊക്കെ കാണുന്നത് ഒരു പാമ്പിനെ വധിച്ച സംഭവം എന്നാണ് പറയുന്നത്. പുണ്യ ശ്ലോകനായ ഇവാനിയോസ് തിരുമേനി പ്രത്യേകമായിട്ട് അതിനെപ്പറ്റി പറയുന്നത്, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ ഉള്ളിൽ ചില തിന്മകളുടെ പാമ്പുകളുണ്ട്. ഗീവറി സഹദായുടെ മധ്യസ്ഥതയിൽ ആ പാമ്പുകളെയാണ് കീഴടക്കേണ്ടിയിരിക്കുന്നത്. ഏദനിൽ തുടങ്ങിയ വലിയ പ്രലോഭനത്തിൻ്റെ ഒരു വലിയ പരമ്പരയുണ്ട്. ക്രിസ്തു തന്നെ ആ പാമ്പിനെ തകർക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലും ഈ പ്രലോഭനങ്ങളുടെ വലിയ ഒരു കുത്തൊഴുക്കുകൾ ഉണ്ടാകുമ്പോൾ അതിനെ അതിജീവിക്കുവാൻ വലിയ ഒരു കൃപ ആവശ്യമാണെന്നാണ് ഗീവറി സഹദ നമ്മളെ പ്രത്യേകമായിട്ട് പഠിപ്പിക്കുന്നത്. സഹദായുടെ ഈ ജീവിതത്തിൽ നമ്മൾ കാണുന്ന ഒരു വലിയ പ്രത്യേകത അത് തന്നെയാണ്. ജീവിതം എന്ന് പറയുന്നത് വളരെ വിശുദ്ധിയുള്ള ഒരു പ്രകാശോജ്വലമായ ഒരു അനുഭവമായിരിക്കണമെന്നാണ് പ്രത്യേകമായിട്ട് പറയുന്നത്. അലക്സാണ്ടറിനെ പറ്റി ഒരു വലിയ കഥ ഇങ്ങനെയുണ്ട്. ഒരുപക്ഷെ നമ്മളൊക്കെ ചിന്തിക്കേണ്ടുന്ന ഒരു കഥയാണ്. ഒരു ദിവസം തൻ്റെ തേര് ഓടിച്ചു പോകുന്ന നിമിഷങ്ങളിൽ തൻ്റെ ഗുരുവിനെ കാണുമ്പോൾ തേരിൽ നിന്ന് ഇറങ്ങി അദ്ദേഹത്തിൻ്റെ മുമ്പിൽ തല വണങ്ങുന്ന അലക്സാണ്ടർ. മന്ത്രി വളരെ പരിഹാസത്തോടുകൂടി ചോദിക്കുന്നുണ്ട്, സകല ലോകത്തെ നിയന്ത്രിക്കുന്ന താങ്കൾ എന്തിനാണ് ആ വൃദ്ധനായ ആ ചെറിയ ശരീരമുള്ള ആ മനുഷ്യൻ്റെ മുമ്പിൽ തല കുനിക്കുന്നത്? അതിന് ഉത്തരവൊന്നും മഹാരാജാവ് കൊടുക്കുന്നില്ല. തൻ്റെ കൊട്ടാരത്തിൽ എത്തിയതിനു ശേഷം ആ രാജാവ് പറയുന്നൊരു കാര്യമുണ്ട്. മന്ത്രിയോട് പറയുന്നുണ്ട്, 3 തലകൾ നീ എനിക്ക് വേണ്ടി കൊണ്ടുവരണം. ഒന്ന് ഒരു പുലിയുടെ തലയാണ്, ഒന്ന് ഒരാടിൻ്റെ തലയാണ്, ഒന്നൊരു മനുഷ്യൻ്റെ തലയാണ്. വളരെ സന്തോഷത്തോടുകൂടി മഹാമന്ത്രി പെട്ടെന്ന് അത് സാധ്യമാകുവാൻ വേണ്ടി ഓടുന്നുണ്ട്. ഓടിച്ചെന്ന് ഒരു വേട്ടക്കാരൻ്റെ കയ്യിൽ നിന്ന് ഒരു പുലിയുടെ തലയുമായി വരുന്നുണ്ട്. ഒരു അറവുശാലയിൽ നിന്ന് ഒരു മാടിൻ്റെ തലയുമായി വരുന്നുണ്ട്. ഒരു ശ്മശാനത്തിൽ ചെന്ന് മനുഷ്യൻ്റെ തലയുമായിട്ട് കടന്നു വരുന്നുണ്ട്. വളരെ സന്തോഷത്തോടുകൂടി ഈ രാജാവിൻ്റെ മുമ്പിലേക്ക് ഇത് കൊടുക്കുന്ന നിമിഷങ്ങളിൽ രാജാവ് സന്തോഷത്തോടുകൂടി വീണ്ടും പറയുന്നൊരു കാര്യമുണ്ട്, ഈ 3 തലയും നീ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം എനിക്ക് കൊണ്ട് തരണം. അതൊരു വലിയ ഒരു പരീക്ഷണമായിട്ട് തിരിച്ചറിഞ്ഞ മന്ത്രി ഓടുകയാണ്. ഈ പുലിയുടെ തല കൊണ്ട് ഒരു സ്റ്റഫ് ചെയ്ത് ഈ തലകളൊക്കെ വെക്കുന്ന ഒരാളുടെ കയ്യിൽ കൊണ്ട് കൊടുക്കുന്നു. വലിയൊരു പ്രതിഫലം കിട്ടുന്നു. ആടിൻ്റെ തല കൊണ്ട് സൂപ്പ് ആക്കുന്ന ഒരാൾക്ക് കൊടുത്ത് അതിലും വലിയതല്ലാത്തൊരു തുക കിട്ടുന്നുണ്ട്. പക്ഷേ മനുഷ്യൻ്റെ തലയുമായി രാവിലെ മുതൽ വൈകുന്നേരം വരെ നടന്നിട്ടും ഒരു മനുഷ്യൻ പോലും അത് വാങ്ങിക്കുന്നില്ല. നിരാശനായിട്ട് തിരികെ വരുന്ന ആ അവസരത്തിൽ രാജാവ് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഒരു മനുഷ്യൻ്റെ തല നിനക്ക് ആർക്കും കൊടുക്കുവാൻ സാധിക്കാഞ്ഞത്? വളരെ വിനയത്തോടുകൂടി ദുഃഖിതരായിട്ട് പറയുന്നുണ്ട്, ഇത് ആർക്കും വേണ്ട. രാജാവ് പറയുന്ന മറുപടി ഇതാണ്, മരണത്തിന് ശേഷം ഒരു മനുഷ്യൻ പോലും ഇഷ്ടപ്പെടാത്ത ഈ ഒരു തല ഒരു പ്രധാനിയുടെ അല്ലെങ്കിൽ ഒരു ഗുരുവിൻ്റെ മുമ്പിൽ വണക്കുന്നതുകൊണ്ട് ജീവിതത്തിൽ വലിയ നഷ്ടങ്ങളൊന്നും വരുവാൻ സാധിക്കുന്നില്ല എന്ന്. അതുകൊണ്ട് ജീവിക്കേണ്ടുന്ന
ജീവിതത്തിൽ ഓർക്കേണ്ടുന്ന ഒരു വലിയൊരു കാര്യം ഇത് തന്നെയാണ്. ജീവിതത്തിൽ നമ്മുടെ തലകളെയൊക്കെ വണക്കേണ്ടുന്ന അവസരങ്ങളിൽ നന്മയുടെ മുമ്പിൽ തലകളെ വണക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇന്നത്തെ കാലത്തിന്റെ പ്രത്യേകത നന്മയുടെ മുമ്പിൽ അഹങ്കാരത്തോടുകൂടി തല ഉയർത്തി നിൽക്കുകയും തിന്മയ്ക്ക് മുമ്പിൽ വല്ലാതെ കുമ്പിടുന്ന ഒരു കാലയളവിലാണ് ജീവിക്കുന്നത്. ഇങ്ങനെയുള്ള ഈ കാലയളവിൽ തിന്മ വല്ലാതെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ ലോകക്രമമൊന്ന് ശ്രദ്ധിക്കുമ്പോൾ തന്നെ നമ്മളുടെ ആഘോഷങ്ങളൊക്കെ വലിയ അനർത്ഥങ്ങളായി മാറുന്ന കാലഘട്ടമാണ്. വിവാഹമായാലും മരണാനന്തര ചടങ്ങുകളൊക്കെ ആയാലും വലിയ ആഘോഷത്തിന്റെ ഒരു പുറംമോടി കൊടുത്തുകൊണ്ട് വലിയ ഉത്സവ പ്രതീതിയിൽ നടത്തി അതിന്റെ ആന്തരികമായ നന്മയുടെ വിശുദ്ധി നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലയളവിലാണ് നമ്മൾ ജീവിക്കുന്നത്. വലിയ അമ്പരചുംബികളായ കെട്ടിടങ്ങളും അതോടൊപ്പം തന്നെ വലിയ ആഘോഷങ്ങളും നടത്തുന്നതിനിടയിൽ സാധാരണപ്പെട്ട മനുഷ്യന്റെ ഉള്ളിലെ വേദനകളെ തിരിച്ചറിയുവാൻ പറ്റാതെ പോകുന്ന ഒരു ലോകത്തു കൂടിയാണ് ജീവിക്കുന്നത്. ഒരുപക്ഷെ ഈ ഗിവറി സഹദായുടെ ഈ ചരിത്രത്തിലെ ആ രാജാവും രാജ്ഞിയുമൊക്കെ പറയുന്നൊരു വലിയ കാര്യമുണ്ട്. ജീവിതത്തിൽ എല്ലാ അധികാരങ്ങളും ഉണ്ടായിരുന്ന ആ നിമിഷങ്ങളിലും തങ്ങളുടെ മകൾ നഷ്ടപ്പെടുന്ന നിമിഷങ്ങളിൽ അവരും സാധാരണപ്പെട്ട ഒരു മനുഷ്യരായി മാറിയിരിക്കുകയാണ്. പുതിയ കാലഘട്ടം 2020 എന്ന് പറയുന്നത് നമ്മളുടെ കുഞ്ഞുങ്ങളൊക്കെ വളരെ പ്രതീക്ഷയോടുകൂടി കണ്ടിരുന്ന കാലയളവാണ്. ഇന്ത്യയിലെ ഭാഷയിൽ 2020 എന്ന വളരെ സന്തോഷത്തോടുകൂടി വിളിച്ച് വലിയ ഉത്സവ പ്രതീതിയോടുകൂടി പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയുമുണ്ടായി. കുറച്ചുകൂടി ആഡംബരവും കുറച്ചുകൂടി സുഖത്തിൻ്റെയും കുറച്ചുകൂടി ബാബേലുകളൊക്കെ കെട്ടണമെന്ന് നമ്മൾ ആഗ്രഹിച്ചിരുന്ന നിമിഷങ്ങളിൽ ആ 2020 ഒരു വലിയ വേദനയുടെ വർഷമായിട്ട് തന്നെ നമ്മുടെ ഇടയിലേക്ക് കടന്നു വരികയാണ്. ലോകം മുഴുവൻ മഹാമാരി കൊണ്ട് നിറഞ്ഞ് അതൃപ്തിയും അതോടൊപ്പം തന്നെ നിരാശയും ഒക്കെ മനുഷ്യജാതിക്ക് മുഴുവൻ ഒരു കരിമ്പട പോലെ പുതയ്ക്കുന്ന ഒരു കാലയളവിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇങ്ങനെയുള്ളൊരു കാലയളവിൽ ഇത് നമ്മളോട് പറയുന്നത് നമ്മുടെ സമ്പത്തോ നമ്മുടെ അധികാരമോ നമ്മുടെ സ്ഥാനമാനങ്ങളോ ഒന്നും ഈ ലോകത്തിന് മുമ്പിൽ നമുക്ക് ഒരു തടസ്സമായിട്ട് നിൽക്കുന്നില്ല. എല്ലാവരും സമന്മാരായിരിക്കുന്ന ഒരു കാലയളവിലാണ് ജീവിക്കുന്നത്. ഇങ്ങനെയുള്ളൊരു കാലയളവിൽ നമ്മൾ നമ്മുടെ ജീവിതത്തെ കുറച്ചുകൂടി ഒന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. കാരണം ജീവിതമെന്ന് പറയുന്നത് അത് നന്മ ചെയ്യുവാനുള്ള ഒരു അവസരമായിട്ട് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. എപ്പോൾ വേണമെങ്കിലും അവസാനിക്കാവുന്ന ഒരു കാവ്യം പോലെയാണ് നമ്മുടെ ജീവിതം. ഈ ജീവിതത്തെ സംതൃപ്തമാക്കുന്നത് നമ്മുടെ നിലപാടുകളാണെന്നുള്ളത് മറന്നു പോകരുത്. ഒരുപക്ഷെ നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മണ്ണിൽ മറഞ്ഞു പോകേണ്ടുന്ന ഒരു പട്ടാളക്കാരനായ ഗീവർഗീസ് അദ്ദേഹം വിശുദ്ധനായി തീരുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ കൊണ്ടാണെന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. ഈ എബ്രായ ലേഖനം പ്രത്യേകിച്ച് വിശ്വാസത്തെ പറ്റിയൊക്കെ പഠിപ്പിക്കുന്ന വലിയൊരു അധ്യായമാണല്ലോ 11-ാം അധ്യായം. ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളെ പറ്റിയുള്ള നിശ്ചയം എന്നുള്ളത് ആ വേദഭാഗം ഏത് കുഞ്ഞിനോട് ഏത് ഉറക്കത്തിൽ പറഞ്ഞാൽ പോലും ഉറക്ക പറയുന്ന ഒരു വേദഭാഗം കൂടിയാണ്. എന്നാൽ അത് വായിച്ചു വരുമ്പോൾ അബ്രഹാമിനെയും ഇസ്ഹാക്കിനെയും യോസേഫിനെയും മോശയും നോഹയും പിതാക്കന്മാരെയും ഒക്കെ കാണിച്ചിട്ട് അവരുടെ ജീവിതത്തിലെ ചില വേദനകളൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് ഈ പൗലോസ്ലീഹ യുടെ ഭാഷയിൽ പറയുന്ന ഒരു വലിയ കാര്യം ഇങ്ങനെയാണ്. ഇവരുടെയൊക്കെ ജീവിതത്തിൽ ഒത്തിരി നഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ആ നഷ്ടങ്ങളുടെയും പ്രയാസങ്ങളുടെയും ഒരു അനുഗ്രഹത്തിന്റെ വെളിച്ചം എന്ന് പറയുന്നത് ആ ക്രിസ്തു സാന്നിധ്യമാണ്. അവരുടെ ജീവിതത്തിലെ ചില വേദനകളെ ക്രിസ്തു സാന്നിധ്യത്തോടു കൂടി കൂട്ടി വായിക്കുമ്പോൾ അവരുടെ ജീവിതം വലിയ ഒരു വിജയമായി മാറുകയാണ്. നമ്മുടെ ജീവിതവും ക്രിസ്തു സാന്നിധ്യത്തോടുകൂടി കൂട്ടി വായിക്കുമ്പോൾ മാത്രമേ ഒരു സംതൃപ്തി നിറഞ്ഞ ജീവിതമായി തീരൂ എന്നുള്ളത് മറന്നു പോകരുത്. ലോകം മുഴുവൻ പ്രയാസങ്ങളുടെ കാലയളവിൽ കൂടി പോകുന്ന ഈ കാലയളവിൽ നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു സാന്നിധ്യത്തിലേക്ക് നമുക്ക് കടന്നു വരേണ്ടിയിരിക്കുന്നു. തമ്പുരാന്റെ സാന്നിധ്യം എന്ന് പറയുന്നത് അത് തികഞ്ഞു വരുന്നത് സ്നേഹത്തിൽ കൂടിയാണ്. അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത്, സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലങ്ങുന്ന കൈത്താളമോ പോലെയാണത്രേ. ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഒരു നന്മയെന്ന് പറയുന്നത് ആ സ്നേഹമുള്ള ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നാണ്. അതുകൊണ്ടാണ് പത്രോസ്ലീഹായെ വിളിച്ച് യേശു തമ്പുരാൻ മാറ്റി നിർത്തി ചോദിക്കുന്നുണ്ട്, ശീമോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന്. ക്രിസ്തു മതത്തിന്റെ അഥവാ ക്രിസ്തു മാർഗത്തിന്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് തന്നെ സ്നേഹമാണ്. അതുകൊണ്ടാണ് തമ്പുരാനോട് ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട്,
എന്താണ് വലിയ കൽപ്പന? ഒന്ന്, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും കൂടി സ്നേഹിക്കണമെന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ അതേ വില കൊടുത്തു തന്നെയുള്ള ഒരു കൽപ്പന എന്ന് പറയുന്നത് നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ അല്ലെങ്കിൽ നിന്റെ സഹോദരനെയൊക്കെ സ്നേഹിക്കണമെന്നുള്ളതാണ്. അപ്പം സ്നേഹമില്ല എങ്കിൽ നമ്മൾ എത്ര ദശാംശം കൊടുത്തു എന്ന് പറഞ്ഞാലും, വലിയ പള്ളി പണിത് കൊടുത്തു എന്ന് പറഞ്ഞാലും, എത്ര ചാരിറ്റി പ്രവർത്തനം നടത്തി എന്ന് പറഞ്ഞാലും, സ്നേഹമില്ല എങ്കിൽ ഇത് വെറും മുഴങ്ങുന്ന ചെമ്പിൻ്റെ ഒരു പ്രകമ്പനം മാത്രമായിട്ട് അവസാനിക്കുമെന്നുള്ളത് മറന്നു പോകരുത്. ഗീവറീസ് സഹദായുടെ ജീവിതം എനിക്ക് തോന്നുന്നു വ്യത്യസ്തമാകുന്നത് അത് തമ്പുരാനോടുള്ള സ്നേഹം മനുഷ്യനോടുള്ള ഒരു വലിയ സ്നേഹമായി മാറുകയാണ്. ഒരുപക്ഷെ ഒരു പ്രദേശത്തേക്ക് വരുമ്പോൾ തിന്മയുടെ ഉഗ്രരൂപം ധരിച്ച ചില പാമ്പ് രൂപങ്ങളൊക്കെ കടന്നു വരുമ്പോൾ അതിന് എതിരെ തൻ്റെ കുന്തമെടുക്കുവാൻ അദ്ദേഹത്തിനെ ധൈര്യപ്പെടുത്തുന്നത് തൻ്റെ ജീവനോടുള്ള സ്നേഹമല്ല, മറിച്ച് സഹോദരനോടുള്ള സ്നേഹമാണെന്നുള്ളത് മറന്നു പോകരുത്. ആ കാലയളവിൽ തന്നെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത്, ഒരു വലിയ ജനക്കൂട്ടം ഈ പാമ്പ് ഒരു യുവതിയെ കൊല്ലുന്നത് കാണുവാൻ വേണ്ടി വലിയൊരു ജനക്കൂട്ടം അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ നമ്മുടെ പരിസരങ്ങളിൽ കൂടിയൊക്കെ വരുമ്പോഴും നമ്മൾ കാണുന്ന ഒരു വലിയ കാലയളവ് പ്രശ്നമെന്ന് പറയുന്നത് ഇതുപോലെയുള്ള വലിയ ആൾക്കൂട്ടങ്ങളുണ്ട്. ഈ ആൾക്കൂട്ടങ്ങൾക്ക് ആ ആൾക്കൂട്ടം ഒന്നായിട്ട് ചിന്തിച്ചിരുന്നെങ്കിൽ, ഒന്നിച്ച് പ്രവർത്തിച്ചിരുന്നെങ്കിൽ വളരെ നിസ്സാരമായിട്ട് തോൽപ്പിക്കാമായിരുന്ന ഒരു ഭീകരമായ സർപ്പത്തെയാണ് കാണുന്നത്. പക്ഷേ ആ ആൾക്കൂട്ടത്തിന് ആത്മാവ് നഷ്ടപ്പെടുന്ന നിമിഷങ്ങളിൽ അവർ ചെയ്യുന്നത് ആ ആൾക്കൂട്ടം ഒരു കൂട്ടം മാത്രമായി അവശേഷിക്കുകയും അവരുടെ ജീവിതത്തിൽ ഇതൊരു കാഴ്ചയായി മാത്രം മാറുകയാണ്. ഒരുപക്ഷെ നമ്മുടെ സമൂഹത്തിലും നമ്മുടെ പരിസരങ്ങളിലുമൊക്കെ ഇതുപോലെയുള്ള വലിയ ആൾക്കൂട്ടങ്ങളെയൊക്കെ കാണാറുണ്ട്. പക്ഷെ ആൾക്കൂട്ടങ്ങൾക്ക് അന്തസ്സും ആത്മാവും നഷ്ടപ്പെടുമ്പോൾ ഈ കൂട്ടങ്ങളെന്ന് പറയുന്നത് വലിയ അപകടകാരികളായി തന്നെ മാറുകയാണ്. അതുകൊണ്ട് നമ്മളുടെ ഒത്തുചേരലുകൾ, നമ്മുടെ കൂടിവരവുകളൊക്കെ നന്മയ്ക്കായി തീരണമെന്നാണ് പറയുന്നത്. ആ രാജകുമാരിയുടെ അതിനു മുമ്പ് ജീവൻ ഹോമിക്കപ്പെട്ട നൂറുകണക്കിന് കുഞ്ഞുങ്ങളുടെ ആത്മാവിനും അവരുടെ ജീവിതത്തിനും അന്തസ്സുണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. വളരെ മൃഗീയമായ രീതിയിൽ അവരെ വധിക്കപ്പെടുമ്പോൾ അതിന് പിന്നിൽ മറഞ്ഞു നിന്നുകൊണ്ട് ഒരു കാഴ്ചക്കാരായി മാറുന്ന ഒരു വേദനയുടെ ഒരു സമൂഹത്തെയാണ് നമ്മൾ അവിടെ കാണുന്നത്. ഇങ്ങനെയുള്ള വേദനയുടെ സമൂഹത്തിന് മുമ്പിൽ ഗീവറീസ് സഹദ ഒരു കാഴ്ചക്കാരനായി മാറുകയല്ല ചെയ്യുന്നത്, മറിച്ച് ആ തിന്മയുടെ ആ പാമ്പിനെതിരെ തൻ്റെ ജീവൻ പോയാൽ പോകട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ആയുധമെടുക്കുന്ന സഹദയാണ് നമ്മൾ കാണുന്നത്. തിന്മയ്ക്കെതിരെ നിലപാടുകൾ കൊണ്ടാണ് ആയുധമെടുക്കാൻ തമ്പുരാൻ പറയുന്നത്, അല്ലാതെ നമ്മുടെ ഭൗതികമായിട്ടുള്ള ആയുധമെടുക്കുവാനല്ല തമ്പുരാൻ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് പൗരസ്ത്യ സഭയുടെ വിശുദ്ധന്മാരുടെയൊക്കെ ജീവിതത്തിൽ അവരുടെ മരണമൊക്കെ പലപ്പോഴും രക്തസാക്ഷി മരണമാണ് കാണിക്കുന്നത്. പത്രോസ്ലീഹ കുരിശിൽ തലകീഴായി മരിക്കുന്നത് പോലെ, തോമാസ്ലീഹ കുന്തം കൊണ്ട് കുത്തപ്പെടുന്നത് പോലെ, ഗീവറീസ് സഹദ ഈർച്ചവാള് ഏൽപ്പിക്കപ്പെടുന്നത് പോലെ, ദാനിയേലിന്റെ ജീവിതത്തിൽ സിംഹക്കുഴി കാണുന്നത് പോലെ, ശദ്രക്ക് മേശക്ക് അബേദ്നെഗോവിന്റെ ജീവിതത്തിലേക്ക് വലിയ അഗ്നി തീച്ചൂള കാണുന്ന പോലെയൊക്കെ അപ്പൊ ആ തീച്ചൂളയുടെ നടുവിൽ കൂടി കടന്നു പോകുമ്പോൾ, അഥവാ സഹദ മരണമുണ്ടാകുമ്പോൾ അവരുടെ ജീവിതം എന്ന് പറയുന്നത് വലിയ ഒരു കിരീടത്തിൻ്റെതായ അവസ്ഥയിലേക്ക് വരികയാണെന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. പൗരസ്ത്യ ഓർത്തഡോക്സ് ആധ്യാത്മികതയുടെ അനുഗ്രഹവും വിശുദ്ധിയും എന്ന് പറയുന്നത് ജീവിതത്തിൽ വരുന്ന ആ സഹദ മരണം സ്വീകരിക്കുന്നത് വലിയ ഭാഗ്യമായിട്ട് തന്നെയാണ് കാണുന്നത്. പ്രത്യേകിച്ച് പിതാക്കന്മാരുടെ പഠിപ്പിക്കലുകളിൽ ജീവിതത്തിൽ ചെയ്യുന്ന വലിയ അത്ഭുതങ്ങളോ ജീവിതത്തിൽ ചെയ്യുന്ന വലിയ ആശ്ചര്യങ്ങളോ ഒന്നുമല്ല ഒരു മനുഷ്യനെ വിശുദ്ധിയിലേക്ക് ഉയർത്തുന്നത്. അവൻ്റെ പ്രാർത്ഥനാ ജീവിതം, ദൈവവുമായുള്ള ബന്ധം, സഹോദരനുമായുള്ള ബന്ധം, അവൻ്റെ വിനയം, അവൻ്റെ കരുണ, ഇതൊക്കെയാണ് ഒരുവനെ വിശുദ്ധിയിലേക്ക് നയിക്കുന്നതിനുള്ള പ്രധാന ഘടകം എന്നുള്ളത് മറന്നു പോകരുത്. പ്രത്യേകിച്ച് ഭവനങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ സമൂഹങ്ങളിലൊക്കെ വിശുദ്ധമായ മാതൃക കാണിച്ച പിതാക്കന്മാരുടെയൊക്കെ മാതൃക നമ്മൾ മറന്നു പോകരുത്. പ്രത്യേകിച്ച് ഒരു കാലയളവിൽ ക്രിസ്തു സഭയ്ക്ക് പ്രവർത്തിക്കുവാൻ ദേവാലയങ്ങളിൽ ആരാധനാ സ്വാതന്ത്ര്യമൊന്നും ഇല്ലായിരുന്ന
ഒരു സഭയായിരുന്നു റഷ്യയിലേത്. കുറേ വർഷങ്ങൾ ഓളം അവിടെ ദേവാലയങ്ങളൊക്കെ അടഞ്ഞു കടന്നു. ഒരുപക്ഷെ അന്നത്തെ കാലയളവിൽ പാശ്ചാത്യരൊക്കെ ചിന്തിച്ചിരുന്നത് ഇനിയൊരു തിരിച്ചുവരവ് സഭയ്ക്ക് സാധിക്കത്തില്ല എന്നായിരുന്നു. പക്ഷേ ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വിശുദ്ധിയോടുകൂടി ജീവിക്കുന്ന വലിയ ഒരു ഓർത്തഡോക്സ് ക്രൈസ്തവ സമൂഹം എന്ന് പറയുന്നത് റഷ്യയിലേതാണ്. ആ കാലയളവിൽ ദേവാലയത്തിലേക്ക് പോകുവാൻ സാധിക്കുന്നില്ലായിരുന്നെങ്കിലും മാതാപിതാക്കൾ തങ്ങളുടെ അചഞ്ചലമായ വിശ്വാസം തലമുറകൾക്ക് ഭവനങ്ങളിൽ കൂടി പകർന്നു കൊടുക്കുവാൻ സാധിച്ചു എന്നുള്ളതാണ് ആ സമൂഹത്തെ വളരെ വ്യത്യസ്തമായി തീരുന്നത്. തങ്ങളുടെ തലമുറകൾക്ക് നന്മകളെ പകർന്നു കൊടുക്കുന്ന ഒരു നിമിഷങ്ങളിൽ മാത്രമേ നമ്മുടെ ജീവിതം അനുഗ്രഹം നിറഞ്ഞ ഒരു നിമിഷമായി തീരൂ എന്നുള്ളത് മറന്നു പോകരുത്. അതുകൊണ്ട് എന്താണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മുടെ തലമുറകൾക്ക് പകർന്നു കൊടുക്കുന്നതെന്ന് ചിന്തിക്കണം. ധനമോ അതുപോലെ തന്നെ പദവിയോ ഇതൊക്കെ നമ്മൾ കൊടുത്താൽ അതൊന്നും നിലനിൽക്കണമെന്നില്ല. മറിച്ച് സ്നേഹവും കരുണയും സഹാനുഭൂതിയും നന്മകളുമൊക്കെ പകർന്നു കൊടുത്താൽ അത് വലിയ ഒരു നിക്ഷേപമായി തന്നെ തീരുമെന്നുള്ളത് മറന്നു പോകരുത്. ഇവാനിയോസ് തിരുമേനി തൻ്റെ പഠിപ്പിക്കലുകളിലൊക്കെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, ഒരിക്കലും പഴകിപ്പോകാത്ത സഞ്ചിയെപ്പറ്റി. പ്രാർത്ഥനയും നന്മയാണ് ആ പഴകിപ്പോകാത്ത ആ പണസഞ്ചിയായിട്ട് തിരുമേനി പറയുന്നത്. പരിശുദ്ധനായ പാമ്പാടി തിരുമേനിയുടെ ജീവിതത്തിൽ കാണുന്ന ആ ഒരു നൈർമല്യം, സഹാനുഭൂതി, കരുണ, പ്രത്യേകിച്ച് വിയറ്റ്നാമിലും ഒക്കെ യുദ്ധം നടക്കുമ്പോൾ പാമ്പാടി ദയറായിലിരുന്നു കൊണ്ട് അവർക്ക് വേണ്ടി കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുന്ന അനുഭവം. കുന്നംകുളത്ത് പ്ലേഗ് ബാധയുണ്ടാകുമ്പോൾ തൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു പോകയാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചുകൊണ്ട് പരിശുദ്ധനായ പാമ്പാടി തിരുമേനി ആ പ്ലേഗ് ഉള്ള പ്രദേശത്തേക്ക് ചെന്ന് പ്രാർത്ഥിച്ച് അവിടെ സൗഖ്യമാക്കുകയാണ്. അവിടെ ആ സൗഖ്യമാകുന്നതിനേക്കാളും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത് ആ വേദനയുള്ളവരുടെ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനുള്ള വലിയ മനസ്സാണ്. ഒരുപക്ഷെ ഇതുപോലെയുള്ള ഒത്തിരി വിശുദ്ധരെ നമ്മൾ ഈ സമയത്ത് നമ്മുടെ സമൂഹത്തിൽ കാണുന്നുണ്ട്. തങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചുകൊണ്ട് വേല ചെയ്യുന്ന ഡോക്ടർമാർ, നേഴ്സുമാർ, ആശുപത്രിയിലെ മറ്റുദ്യോഗസ്ഥർ, അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ ആ വേദനയിൽ തങ്ങളുടെ ശരീരം കൊണ്ട് മനസ്സുകൊണ്ടൊക്കെ ഇറങ്ങിത്തിരിക്കുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് മനുഷ്യരെ നമുക്ക് കാണാൻ സാധിക്കും. മതത്തിൻ്റെയും വർഗത്തിൻ്റെയും നിറത്തിൻ്റെയും രാജ്യത്തിൻ്റെയും അതിർക്കെട്ടുകൾക്കും അപ്പുറമായി മനുഷ്യസ്നേഹം ഉയർത്തിപ്പിടിക്കുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് മനുഷ്യസ്നേഹികളെ കാണുന്ന ഒരു കാലയളവിൽ കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആയാലും വലിയ പ്രളയത്തിൽ കൂടിയൊക്കെ കടന്നു പോകുമ്പോൾ ഒരുപക്ഷെ എല്ലാവരും നിസ്സാരരെന്ന് കരുതിയ മുക്കുവന്മാരൊക്കെ വന്ന് ഒരു വലിയ നന്മയുടെ ഉണർത്തുപാട്ട്, ഒരു പുതിയ പുലരിയെ പറ്റിയൊക്കെ നമ്മളെ പഠിപ്പിച്ചു നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് ഈ വേദനയുടെ പ്രതിസന്ധിയുടെ ഈ കാലയളവ് മാറിപ്പോകുമെന്നുള്ളതിന് തർക്കമൊന്നുമില്ല. ഗീവറീസ് സഹദായുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നതും ഈ പ്രതിസന്ധിയുടെ കാലയളവിൽ നന്മയുടെ ആയുധമേന്തുവാൻ നമുക്ക് സാധിക്കണമെന്നാണ്. സ്നേഹത്തിൻ്റെ, കരുണയുടെ, വിശ്വസ്തതയുടെ, സത്യസന്ധതയുടെ, ആത്മാർത്ഥതയുടെയൊക്കെ ഒരു വലിയ ഒരു ഉണർത്തുപാട്ടിൻ്റെ ഒരു കാലയളവാകട്ടെ ഇത്. പ്രത്യേകിച്ച് ഗീവറീസ് സഹദായുടെ ഓർമ്മയിൽ കൂടി പോകുന്ന ഈ കാലയളവ് ഈ മാനവ ജാതിക്ക് നന്മയുടെ, ത്യാഗത്തിൻ്റെ, വിശുദ്ധിയുടെയൊക്കെ ഒരു കാലയളവാകട്ടെ. ഗീവറീസ് സഹദായെ ഈ വിശുദ്ധിയുടെ പാഠം പഠിപ്പിക്കുന്നത് കുരിശിൽ എനിക്ക് വേണ്ടിയും നിനക്ക് വേണ്ടിയും മരിച്ച ക്രിസ്തുവിൻ്റെ ഉജ്ജ്വലമായ ആ ജീവിതം തന്നെയാണ്. അവസാന നിമിഷം പോലും തൻ്റെ രക്തം ലോകത്തിന് വേണ്ടി സമർപ്പിക്കുമ്പോൾ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് സാധാരണക്കാരിൽ സാധാരണക്കാരനായി ജീവിച്ച്, ഒരുപക്ഷെ അധികാരത്തിൻ്റെയും ഈ ലോകത്തിൻ്റെതായ പ്രലോഭനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനോടൊക്കെ പുറംതിരിഞ്ഞ യേശുതമ്പുരാൻ്റെ ജീവിതം, മരണ സമയം പോലും തൻ്റെ കൂടെ മരിക്കുന്നവന് സ്വർഗം വാഗ്ദാനം ചെയ്യുന്ന തമ്പുരാൻ്റെ വലിയൊരു കാരുണ്യമുണ്ട്. മരത്തോട് എതിർത്ത് നിൽക്കുന്ന, അത് മരത്തിനോട് തിരിഞ്ഞു നിൽക്കുക എന്ന് പറയുമ്പോൾ മാരനിരിക്കുന്ന സ്ഥലമാണ് മരം എന്നൊക്കെ ഭാരതത്തിലൊരു ചിന്തയുണ്ട്. അതായത് ആഗ്രഹങ്ങളുടെ ഒരു വലിയ കുത്തൊഴുക്കനാണ്. അതിനോട് എതിർത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെതായ പ്രലോഭനങ്ങളോട് എതിർത്ത് നിന്ന് നന്മ നമുക്ക് കാണിച്ചു തരുന്ന ഒരു വലിയ ഒരു ഉജ്ജ്വലമായ ജീവിതമാണ് തമ്പുരാൻ നമുക്ക് മുമ്പിൽ വരച്ചു കാണിക്കുന്നത്. തമ്പുരാൻ തൻ്റെ ജീവിതത്തിൽ കൂടി കാണിച്ചതും ആ വലിയ സ്നേഹത്തിൻ്റെ ഒരു വലിയ മാതൃകയാണ്. ആ സ്നേഹത്തിൻ്റെ ഒരു വലിയ മാതൃകയാണ് ഗീവറീസ് സഹദായിൽ കാണുന്നത്. ആ ഗീവറീസ് സഹദായുടെ മധ്യസ്ഥതയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ സ്നേഹത്തിൻ്റെ
ഒരു വലിയ ജീവിതമായി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം മാറട്ടെ. സഹദായുടെ അത്ഭുതങ്ങളിൽ ഏറ്റവും വലുത് തൻ്റെ ജീവിതം നന്മയ്ക്ക് വേണ്ടി മാറ്റിവെച്ചു എന്നത് തന്നെയാണ്. നമ്മുടെ ജീവിതവും നന്മയിലായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ.